ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. നമ്മളുടെ വ്യക്തിയുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 10 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് അധ്വാനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് കാണിക്കുന്നത്. അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അധ്വാനിക്കുന്നത്? അതായത് നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരിക്കുന്നു, ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെയധികം അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കവിടെ പല കാരണങ്ങൾ കൊണ്ട് ലോസ് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ നിരാശ വന്നു എന്ന് കാണിക്കുന്നുണ്ട്. നിരാശ വരാൻ കാരണം നമ്മൾ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങൾ, നമ്മൾ എത്ര എഫേർട്ട് ഇട്ടിട്ടും എന്തെല്ലാം ജോലികൾ ചെയ്തിട്ടും നമുക്കതൊന്ന് ഒരു കരക്കടുപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു വിഷമം നിങ്ങൾക്കുണ്ടായി. എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നിന്നു എന്നാണ്. അതായത് വരുന്ന കാര്യങ്ങൾക്ക് എല്ലാം അടുക്കും ചിട്ടയും വേണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ ഫൈറ്റ് ചെയ്തു എന്ന് കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ എന്താണെന്നറിയോ ചെറുത്ത് നിന്നു എന്നാണ്. നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിലാണ് കേട്ടോ. പക്ഷെ ഇവിടെ വളരെയധികം മിസ്സിങ് എനർജി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെയധികം മിസ്സിങ് എനർജി ഉണ്ടായിട്ടുണ്ട്. എനിക്കത് പിന്നെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ആ ഒരു വേദന നിങ്ങൾക്കുണ്ടായി. വളരെയധികം കാത്തിരുന്നു എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കാർഡ് നോക്കട്ടെ. അപ്പോൾ പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറേ ലെസൺസ് പഠിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു. ഇതിലൊന്നും ശാശ്വതമല്ല. ഇതൊന്നും തന്നെ നമ്മുടെ ലൈഫിനെ നമുക്ക് ഒരു തരത്തിലും നമ്മുടെ ഉദ്ദേശം ഇതൊന്നുമല്ല. ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ. ആ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ ഞാൻ നിരാശപ്പെട്ടിരുന്നത് കൊണ്ടോ ഞാൻ കാത്തിരുന്നത് കൊണ്ടോ ഇവിടെ മിസ്സിങ് എനർജി വന്നതുകൊണ്ടോ ഒന്നും കാര്യമില്ല എന്ന ലെസൺസ് നിങ്ങൾ പഠിച്ചിരിക്കുന്നു. വളരെയധികം അനുഭവങ്ങളിലൂടെയാണ് പഠിച്ചിരിക്കുന്നത്. ഗുഡ്. അവിടെ കിങ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. എന്താണ് കിങ് ഓഫ് വാൻസ്? അവിടെ ഒരു അഗ്നി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ എടുത്തും പറഞ്ഞാണ്. ധൈര്യമാണ് അവിടെ. സിംഹത്തിനെയാണ് പുറകിൽ കാണിക്കുന്ന, അഗ്നിയാണ്. നിങ്ങൾ കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയിലേക്ക് വന്നു എന്നാണ്. ജീവിതത്തിലേക്ക് ഒരുപാട് ദൂരം അനുഭവിച്ച യാതനകളും വേദനകളും എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നിങ്ങൾ ഇന്നൊരു പവർഫുൾ ആയിട്ടുള്ള വ്യക്തി ആയി മാറിയിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് വന്നാലും ശരി, തളരില്ല എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടം മാറി എന്നാണ്. ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയിരിക്കുന്നു എന്ന് കാണിക്കുന്നു. അവിടെയാണ് ഡിവൈൻ്റെ ശക്തമായ കരങ്ങൾ നമ്മളിലേക്ക് പതിക്കുന്നത്. നമ്മൾ ഒരു കാര്യത്തിലേക്കൊന്ന് ഇറങ്ങിപ്പോകണം, എനിക്കത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കുന്ന ആ സമയം മുതൽ ഡിവൈൻ്റെ കരസ്പർശമേൽക്കാനുള്ള ഭാഗ്യവും നമുക്കുണ്ടാകുന്നു എന്നാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്ത് വേണമെന്ന്. ഈശ്വരാക്കാത്തോണേ രക്ഷിക്കണേ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മൾ എന്തായിരിക്കണം എന്നുള്ള ദൃഢനിശ്ചയം എപ്പോൾ നമ്മൾ എടുക്കുന്നുവോ അപ്പോൾ മുതൽ നമ്മളിവിടെ വിജയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അവിടെ നിങ്ങൾ വിജയിച്ചു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആ വിജയം നിങ്ങൾ ആഘോഷിക്കുകയാണ് ഇപ്പോൾ. കാരണം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പഠിച്ച പാഠങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താണോ ആവേണ്ടത്, നമ്മളിങ്ങനെ നിരാശപ്പെട്ടും വേദനിച്ചും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ചും നമ്മളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയവുമാണിത്. നമ്മൾ ആരാണ്, എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത്, നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ്, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പിന്നെ ക്രിയകളാണ്. അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൽ നിന്ന് ഒരുപാട് ലെസൺസ് പഠിപ്പിച്ച് നമ്മളെ വീണ്ടും നമ്മുടെ സോൾ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഡിവൈൻ്റെ ലക്ഷ്യം. അല്ലാതെ ഇത് മാത്രമാണ് ജീവിതം എന്നല്ല. അത് വേണം, എല്ലാം വേണം. ലൗകിക ജീവിതം, ആത്മീയ ജീവിതം, സ്പിരിച്വലി എല്ലാം വേണം നമുക്ക്. പക്ഷേ അതിൽ അഡിക്റ്റായി കടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഈ കാർഡ് നമ്മളെ എടുത്ത് കാണിക്കുന്നു. നിങ്ങൾ വളരെയധികം പ്രതീക്ഷയിൽ ആണിപ്പോൾ. വളരെയധികം പ്രതീക്ഷയാണ് നിങ്ങൾക്കിപ്പോൾ. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വളരെ ഹാപ്പിയാണ്, വളരെ പ്രതീക്ഷിക്കുന്നു എന്ന് കാണിക്കുന്നു. നല്ല സന്തോഷമുണ്ട് ഈ കാർഡ്സ് കാണുമ്പോഴേ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പുറകെ വരുമെന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇനി നിങ്ങളുടെ പുറകെ വരും. നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പുറകെ അത് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പോകേണ്ട വഴിയിലൂടെ നിങ്ങൾ പോകണം. നിങ്ങൾ പോകേണ്ട വഴിയുണ്ട്.
നമുക്ക് ജീവിതം തന്നിരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് പിന്നെ തിന്ന് കുടിച്ച് മതിച്ച് ജീവിക്കാനുള്ളതല്ല. നമ്മൾ അതുമാത്രമല്ല ജീവിതമെന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഒരു ലക്ഷ്യബോധമുണ്ട്. ആ ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ അബണ്ടൻസും എല്ലാ പ്രോസ്പെരിറ്റിയും നിങ്ങളുടെ സ്നേഹം, ലവ്, പ്രണയം സർവ്വതും നിങ്ങളുടെ പുറകെ വരുന്നു എന്നാണ്. വെരി ഗുഡ്. നല്ല കാർഡ്സ് കേട്ടോ ഇന്നത്തെ. ഇവിടെ വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നമ്മൾ ഇന്നൊരു എന്താ പറയുക 1 കാർഡ് റീഡിങ് നമ്മളൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്തും വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. ഇവിടെ എല്ലാം തികഞ്ഞ ആ ഫുൾഫിൽമെൻറ്റോട് കൂടിയ എല്ലാ അബണ്ടൻസോടും കൂടി ഫാമിലി ലൈഫ് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ആ ഫാമിലി ലൈഫ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നാണ്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ്. കാരണം ഇത് ലവേഴ്സാണ്. ടിൻ ഫ്ലെയിമിൻ്റെ എനർജി നല്ലതുപോലെയുണ്ട്. അപ്പോൾ അത്തരക്കാരായ കുറേ ആളുകളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ടിൻ ഫ്ലെയിംസിൻ്റെ എനർജി നല്ല നല്ല പിന്നെ രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ടിൻ ഫ്ലെയിം എനർജി എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാവരും ടിൻ ഫ്ലെയിംസ് അല്ല കേട്ടോ, അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും പിന്നെ എനർജി നമുക്കിവിടെ കിട്ടില്ല. കുറച്ച് ആളുകളുടെ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കണം. പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ട ആൾക്കാർക്ക് നമ്പർ കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള നിങ്ങളുടെ വിവരങ്ങൾ അറിയണമെങ്കിൽ അതിൽ ബന്ധപ്പെടുക, അവിടെ തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് നമുക്ക് ടിൻ ഫ്ലെയിം എനർജി എന്ന് പറയുമ്പോഴേ നമുക്ക് അത്ര സ്മൂത്തായിട്ട് നമ്മളുടെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും അത് കഴിയില്ല. ടിൻ ഫ്ലെയിം എനർജി സോൾമേറ്റിന് പിന്നെയും കഴിയും, പക്ഷേ ടിൻ ഫ്ലെയിം എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ ഒരുപാട് സപ്രഷൻസ് വരും, ഒരുപാട് ബ്രേക്ക് ഡൗൺ വരും, ബ്രേക്കപ്പ് വരും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് സംഭവിക്കും അവിടെ. അപ്പോൾ നമ്മളാകെ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരവസ്ഥ വരും. അവിടെ നിന്നാണ് നിങ്ങളിവിടെ ഈ നിലയിലെത്തിയിരിക്കുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം, ഈശ്വരനോടുള്ള നന്ദി ഒക്കെ നമ്മളിവിടെ പറയണം. നമുക്ക് കിട്ടുന്ന ഓരോ അബണ്ടൻസിന് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റിക്ക്, കിട്ടുന്ന സന്തോഷങ്ങൾക്ക്, കിട്ടുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ, നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും നമുക്കെന്താ വേണ്ടത്? നമുക്കിന്ന് ഒരു നന്ദി പറഞ്ഞു കൊടുക്കണം. എല്ലാം തരുന്ന ഭഗവാനോട് അല്ലെങ്കിൽ തരുന്ന യൂണിവേഴ്സിനോട്, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് നമുക്ക് ഒരു നന്ദി പറയണം. ഇന്ന് ചെറിയ പെരുന്നാളാണ്. എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. ഞാൻ പിന്നെ എല്ലാവരോടും ഇന്ന് അത് പറയണമെന്ന് വിചാരിച്ചാൽ ആദ്യം പറയണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ സന്ദർഭവശാൽ ഇപ്പോഴാണ് അതിന് കഴിഞ്ഞത്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.